കാനഡയെ സംബന്ധിച്ചോളം കാര്യം ട്രംപിന് രണ്ടാം വരവ് വീണ്ടും ആദ്യത്തെ ഒരു വിക്ടിം എന്ന് പറയുന്നത് കാനഡയായിരുന്നു. എന്തുകൊണ്ടാണ് കാനഡ അതിനകത്തൊരു പ്രധാന വിഷയമാകുന്നതെന്ന് ചോദിച്ചാൽ അല്പം കൂടെ ഒരു ബാക്ക് സ്റ്റോറി. അതായത് ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു വളരെ നാളിവിടെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ നോക്കാൻ നമ്മളൊരു എന്താ പറയുക, ഒരു തലമുറകളുമാകെ ഒരു നേതാവ്, ഒരു നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലൊക്കെ കണ്ടാൽ മതി. ഒരു ഷൂട്ട് നേതാവൊന്നുമല്ല. ഇനിഷ്യലി ഒരു ക്രൗഡ്ഫുൾ ആയിരുന്നെങ്കിലും ഒരിക്കലും പക്ഷേ ട്രംപിന് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. മാത്രമല്ല ഒരു ലിബറൽ ഒരു സംവിധാനം ഒരിക്കലും ആ ഒരു കൺസർവേറ്റീവ് US ട്രംപ് നയിക്കുന്ന കൺസർവേറ്റീവ് സംവിധാനത്തോട് യോജിക്കുന്നതല്ല. പക്ഷെങ്കിൽ വളരെ സ്റ്റാമിങ് ആയിട്ട്, അത് കേപ്പബിൾ ആയിട്ട് നമുക്കൊരു ലീഡർ ഉണ്ടായിരുന്ന കൺസർവേറ്റീവ് എന്ന് പറയാൻ ഒക്കുന്നത് പിയർഫുൾ ഡേ ഉള്ളത്. പക്ഷേ ഇത് വളരെ സ്മാർട്ടാണ്, വളരെ ഷാർപ്പാണ്, വളരെ ടു പോയിന്റ് ആണ്. പക്ഷേ അബദ്ധം പറ്റിയത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും പിയറിന്റെ കൺസർവേറ്റീവ് പാർട്ടി ജയിക്കും എന്ന സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് അവസാന നിമിഷം ഈ ജസ്റ്റിൻ ട്രൂഡോ മാറിയിട്ട് പകരം മാർക്ക് കാർണിയെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് കൊണ്ടിരുന്നത്. അതുവരെ പിയറിന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ലിബറൽ പാർട്ടിയുള്ള നയങ്ങളെ അല്ല വിമർശിച്ചത്, പകരം ജസ്റ്റിൻ ട്രൂഡോ വിമർശിച്ചുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽസിന്. അപ്പൊ ഗോൾ പോസ്റ്റ് മാറി ലാസ്റ്റ് മിനിറ്റില്. അതിനോടൊപ്പം ട്രംപ് ഒരു പരിധി വരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ പിയർ പുള്ളിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും മാർക്കാണി വന്നപ്പം ട്രംപ് കണ്ട, അത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്, കണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മാർക്കാണി ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. പുള്ളി ഇവിടെ കാനഡയുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറായിരുന്നു, UK-യിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ഗവർണറായിരുന്നു. അവിടെയാണ് ഈ പറഞ്ഞ ടെലിഗ്രാഫൊക്കെ പറയുന്നത് UK-യിൽ നിന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പുള്ളി കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ബ്രെക്സിറ്റിന്റെ സമയത്ത് ഇവിടെ അഭിപ്രായങ്ങളൊന്നും അത്ര ശരിയായില്ല എന്ന് അവർക്കും അഭിപ്രായമുണ്ട്. പിന്നെ പുള്ളി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് അല്ല, അതിനകത്ത് ഷിജു ഒരു ഇടപെടുക. അതിൻ്റെ ഒരു സംഭവമുണ്ട്. ഇപ്പം അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട കനേഡിയൻ പ്രോഡക്റ്റ് യൂറോപ്പിനെ കൊണ്ട് കാരണം അയാൾ പബ്ലിക്കായിട്ട് പറഞ്ഞതാണ് യൂറോപ്പുമായിട്ട് ബന്ധത്തിൽ പോകും. ആ ഒരു സമയത്ത് EU രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് തെറ്റി നിൽക്കുകയാണ് ടാരിഫ്. പിന്നീട് ഇവരെല്ലാം അമേരിക്കയായിട്ട് ടൈപ്പ് വന്ന് ട്രംപുമായിട്ട് വന്ന് 0 ടാരിഫിലോട്ട് പോയി, അവരങ്ങ് സെറ്റിലായി. പക്ഷെ കാനഡ സെറ്റിലായാലും യൂറോപ്പിലൊന്നും ചെയ്യാൻ പറ്റിയില്ല.